എന്നാ പിന്നെ ശ്രീകുട്ടിയുടെ വീട്ടിൽ പോയല്ലോ. രാവിലെ എണീറ്റ് ഫ്രഷ് ആയി വന്നപ്പോൾ അമ്മ പറഞ്ഞു അടുത്ത വീട്ടിൽ പോയി മുരിങ്ങയില പറിച്ചോണ്ട് വരാം. എന്നാ കുറച്ച് കാടും പടലും തിന്നേക്കാന്ന് കരുതി ഞാൻ പോയി മുരിങ്ങയില പറിച്ചോണ്ട് വന്നപ്പോൾ പൊന്നുണർന്നു. തേങ്ങ തിരുമ്മി കഴിഞ്ഞപ്പോൾ മീൻ വന്നു. മത്തിയുമായി മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് മതി റൂം ക്ലീൻ ചെയ്യുന്ന കരുതി ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ റൂം ഒതുങ്ങി കിടക്കുന്നു. ദീപുമോൻ റൂം ഒതുക്കി, ഇനി തൂപ്പും അലമാര ഒതുക്കലേ ഉള്ളൂ. അതിപ്പോൾ ലാഭമായല്ലോ എന്ന് കരുതി ഞാൻ പൊന്നിന് ഫുഡ് കൊടുത്തു, ഞങ്ങളും ഫുഡ് കഴിച്ചു. വീക്കെൻഡ് ആയതുകൊണ്ട് നാത്തൂനായിട്ടുള്ള ശ്രീകുട്ടിയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അങ്ങനെ എല്ലാം ചടപടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുരിങ്ങയില നുള്ളി വെച്ചിട്ട് തൂക്കാനും അലമാര ഒതുക്കാനായിട്ട് ഞാനങ്ങ് പോയി. ഉച്ചത്തേക്കുള്ള കാന ഞാനും അമ്മയും കൂടെ അങ്ങ് സെറ്റാക്കി. മീനും വെച്ച് മുരിങ്ങയിലും വെച്ച് പുളിശ്ശേരിയും വെച്ച് ഞാൻ പോയി അടിച്ചൊന്ന് കുളിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് വന്നപ്പോൾ അമ്മ പറയുന്നത് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് പാക്കിംഗ് കഴിഞ്ഞ് പതിയെ റെഡിയായി. പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മ കുറച്ച് കപ്പയ്ക്കും കരിയപ്പലയും മോക്ക് കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിക്കാൻ പോയതായിരുന്നു. അമ്മയുടെ ആ സാധനം വാങ്ങി സൗമ്യം പൊക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. ഫൈനലി കുരിപ്പുഴ നാത്തൂന്റെ വീട്ടിലെത്തി. അവിടെയാണെങ്കിൽ കിക്കിലി ചേർത്തിട്ട് കുക്കർ ഇരുന്ന് വിളിയോട് വിളി. കുക്കർ ചിക്കനാണെന്ന് സ്പെഷ്യൽ ഹെൽത്തി സ്റ്റാർട്ടറായിട്ട് തണ്ണി മത്തനം പുറത്തു ചക്കും വെട്ടി അരിഞ്ഞ് തീറ്റി തുടങ്ങി. രാത്രി പൊറോട്ടയും ചിക്കനും തിന്നുമ്പോൾ ഉള്ള കുറ്റബോധം അങ്ങ് മാറട്ടെ. അപ്പോൾ ഉണ്ട് പീലിക്കൂട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. പിന്നെ പീലി അമ്മച്ചിയായിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിന്റെ ഇടയിലേക്ക് കയറി വന്നാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ് സതീഷ്. ഈ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് അവൻ വന്നത് രാത്രി 8:30. കാര്യം പറഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ എപ്പോഴും ഉറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.